ഹലോ. ഞാനൊരു വീഡിയോ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട്. ഒരു ടിൻഡർ എന്ന് പറയുന്ന ഒരു ആപ്പിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് ആ ആളുമായിട്ട് ഡേറ്റിങ്ങിന് പോയ ഒരു പെൺകുട്ടി ഇട്ടേക്കുന്ന ഒരു വീഡിയോ. ഇൻസ്റ്റഗ്രാമിലാണ് ഈ സാധനം കറങ്ങിക്കൊണ്ട് നടക്കുന്നത്. അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക, എന്ത് കണ്ടിട്ടാണ് ഇയാള് ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ ആണ് എന്ന് കുട്ടി തീരുമാനിച്ചേക്കുന്നത്? കുട്ടി നടത്തിയ കുറെ ടെസ്റ്റിന്റെ പേരിലോ? ഈ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറിലേക്ക് ഒരു വ്യക്തി നമ്മളോട് പെരുമാറുന്ന രീതി വെച്ചിട്ട് ഇയാൾ എല്ലാ ടെസ്റ്റും പാസ്സായി, ഇയാള് ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ ആണ് എന്നുള്ളത് എങ്ങനെ തീരുമാനിക്കും? ഈ 5 മണിക്കൂർ ഒരാള് നമ്മളോട് പെരുമാറുന്ന രീതി ആയിരിക്കത്തില്ല ആഫ്റ്റർ മാരേജ് ആ വ്യക്തി നമ്മളോട് പെരുമാറുന്ന രീതി എന്നുള്ളത് ഇതുപോലെയുള്ള പെൺകുട്ടികൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഈ ഡേറ്റിങ്ങിന്റെ സമയത്ത് അല്ലെങ്കിൽ പ്രണയിക്കുന്ന സമയത്ത് അവര് കാണിക്കുന്ന ബിഹേവിയർ ആയിരിക്കത്തില്ല ആഫ്റ്റർ മാരേജ് കാണിക്കുന്നത്. എപ്പോഴാണെങ്കിലും അവരുടെ യഥാർത്ഥ മുഖം അല്ലെങ്കിൽ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് പുറത്തു വരും. അത് ബോയ്സിന്റെ ആണെങ്കിലും ശരി, ഗേൾസിന്റെ ആണെങ്കിലും ശരി. അവൻ ബാഗ് ക്യാരി ചെയ്തത് വലിയ കാര്യം, ഷൂ ഇട്ട് കൊടുത്തത് ഈഗോ ഇല്ല, ഡ്രസ്സ് എങ്ങാണ്ട് എക്സ്ട്രാ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തപ്പം അത് ഷോപ്പിംഗ് ടെസ്റ്റ് പാസ്സായി. എന്ത് എന്ത് വിഡ്ഢിത്തരമാണ് ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് വല്ലതും അറിയാവോ? എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കുന്നു. വീട്ടിലെ ചോദിക്കാനും പറയാൻ അച്ഛനമ്മയൊന്നും ഇല്ലേ? അതോ നിനക്ക് ബോധം എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തതിന്റെ പ്രശ്നമാണോ? 2-3 പ്രാവശ്യം ഈ പയ്യന്റെ കൂടെ ഡേറ്റിങ്ങിന് പോയി. 3-ാമത്തെ പ്രാവശ്യം പോയിട്ട് ഇവൻ ഗ്രീൻ ഫ്ലാഗ് ആണോ റെഡ് ഫ്ലാഗ് ആണോ നോക്കുന്നത്? ഈ 5 മിനിറ്റ് അല്ലെങ്കിൽ 5 മണിക്കൂർ കൊണ്ട് ആള് ഗ്രീൻ ഫ്ലാഗ് ആണോ റെഡ് ഫ്ലാഗ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാവും? അറിയാൻ കുറച്ച് ശ്രമങ്ങൾ നടത്തി. ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ആൾക്ക് ഫുഡ് കൊണ്ടുവന്നു. ആളിനത് ഫീഡ് ചെയ്യിപ്പിച്ചു. അപ്പൊ ആ 2 ടെസ്റ്റും പാസ്സായി. ഫുഡ് കൊണ്ടുവന്ന് ഫീഡ് ചെയ്യിപ്പിച്ചപ്പോ ആ ടെസ്റ്റ് മനസ്സിലായില്ല. ഒരാള് ഫുഡ് വാരി തന്നു കഴിഞ്ഞാൽ അങ്ങേര് ഗ്രീൻ ഫ്ലാഗ് ആണെന്നാണോ അതിന്റെ അർത്ഥം? പിന്നെ ഫുൾ ടൈം എന്റെ ബാഗ് ക്യാരി ചെയ്യുക, ആ ടെസ്റ്റും പാസ്സായി. അത് കഴിഞ്ഞ് നമ്മൾ ലുലു മോളിൽ ഭാര്യയൊന്നും അല്ലല്ലോ, ഡേറ്റിങ്ങിന് പോയതല്ലേ. ഒരു അഫയർ സെറ്റ് ആവാൻ വേണ്ടിട്ട് അത് ആൺപിള്ളേരാണേലും പെൺപിള്ളേരാണേലും ചെയ്യാൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ വരെ ചെയ്തെന്നിരിക്കും. അതിന്റെ അർത്ഥം ലൈഫ് ലോങ് അവരത് ചെയ്തോളാം എന്നല്ല. ഭാര്യ ആയി കഴിയുമ്പോ അറിയാം ഈ ബാഗ് ക്യാരിങ് ഒക്കെ ആള് ചെയ്യുമെന്നുള്ളത് കേട്ടോ. സൈഡിൽ പോയിട്ട് കുറച്ച് ക്ലോത്ത്സ് ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു. ഈ 2 ഡ്രസ്സാണ് ഞാൻ എടുത്തത്. 99 ഈച്ച്. ഭയങ്കര ഇഷ്ടമായി. ഇത് ഫസ്റ്റ് റെഡ് വണ്ണാണ്. ആൻഡ് അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ ബ്ലാക്ക് ആയിരുന്നു. എനിക്ക് രണ്ടും ഒരേപോലെ ഇഷ്ടമായി ചെയ്യാന്ന് വിചാരിച്ചു. ആൻഡ് എന്നെ സർപ്രൈസ് ചെയ്തു. ഒരു 3 ആള് വെയിറ്റ് ചെയ്തു. ആളെ ലിറ്ററലി ബ്ലാക്ക് മൂഡ് എന്റെ കയ്യിൽ വെച്ച് തന്നു. രണ്ടാമത്തെ ഡ്രസ്സ് അവൻ വാങ്ങിച്ചു കൊടുത്തത് കൊണ്ട് ആള് ഗ്രീൻ ഫ്ലാഗ്. അതിനെ ഇട്ടേക്കുന്നത് ഷോപ്പിംഗ് ടെസ്റ്റ്. ലൈഫ് ലോങ് അവൻ ഇങ്ങനെ 2 ഡ്രസ്സ് മേടിച്ചു തരും എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു അഫയർ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് വേണേലും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊരു സമയം കഴിയുമ്പം അല്ലെങ്കിൽ അവര് നമ്മുടെ ലൈഫിലോട്ട് വന്നു എന്ന് കഴിയുമ്പം ഈ പരിപാടി അങ്ങ് നിൽക്കും. ഇനിയിപ്പം ബാക്കിയുള്ള വോയിസോ വീഡിയോസോ ഒന്നും ഞാൻ വെക്കുന്നില്ല, പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങള് ഈ ഒരുപാട് ടെസ്റ്റ് ഇപ്പം നടത്തുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ എല്ലാ കാര്യങ്ങളും ലൈഫ് ലോങ് അവര് ചെയ്യും എന്നുള്ളത് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് വിശ്വസിക്കുന്നത്? അല്ലെങ്കിൽ ഈ ടെസ്റ്റൊക്കെ പാസ്സായി അതുകൊണ്ട് എനിക്ക് അവനെ ലൈഫിലോട്ട് സ്വീകരിക്കാം എന്നുള്ളത് നിങ്ങൾ ഈ 1-2 മണിക്കൂറിന്റെ കാര്യങ്ങൾ വെച്ചിട്ടാണോ തീരുമാനിക്കുന്നേ? ഭൂലോക വിഡ്ഢിത്തരം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരാള് ഒരു ഡേറ്റിങ്ങിന്റെ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് കാണിക്കുന്ന സ്വഭാവങ്ങള് അല്ലെങ്കിൽ നമ്മളോട് കാണിക്കുന്ന ബിഹേവിയർ ഒന്നും ആയിരിക്കത്തില്ലടോ ആഫ്റ്റർ മാരേജ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും ഡിവോഴ്സ് എന്ന് പറയുന്ന കാര്യം മുന്നിട്ട് നിൽക്കുന്നത്. അതറിയാവോ? എടുത്തു നോക്കിയാൽ മതി. അറേഞ്ച് മാരേജിനേക്കാളും കൂടുതൽ ലവ് മാരേജസ് ആണ് ഡിവോഴ്സ് എന്ന വാക്കിൽ എത്തി നിൽക്കുന്നത്. കാരണം നമ്മൾ പ്രേമിക്കുന്ന സമയത്തുള്ള കെയറിങ് ഏട്ടായി ആയിരിക്കത്തില്ല ആഫ്റ്റർ മാരേജ് കാണിക്കുന്നത്. അതായിരിക്കും അവരുടെ യഥാർത്ഥ സ്വഭാവം. അത് ആദ്യം പെൺപിള്ളേരും ഒന്ന് മനസ്സിലാക്കുക. തിരിച്ച് ആൺപിള്ളേരും ഇതൊന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങളെ കണ്ടുപിടിക്കുന്ന പെൺകുട്ടി ആ സമയത്ത് കാണിക്കുന്ന സ്വഭാവം ആയിരിക്കത്തില്ല ആഫ്റ്റർ മാരേജ് കാണിക്കുന്നത്. ആ സമയത്ത് അവര് വിചാരിക്കുന്നത് ഈ റിലേഷൻ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ പറയുമ്പോ അവര് കേൾക്കും.
അവര് പറയുമ്പോൾ നിങ്ങളും കേൾക്കും. ആഫ്റ്റർ മാരേജ് ഒരു താലി എന്ന് പറയുന്ന സാധനം കഴുത്തിലോട്ട് വീണ് കെട്ടിക്കൊണ്ട് വന്ന് കഴിയുമ്പോൾ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. ആ സമയത്ത് ഈ കെയറിങ് ഏട്ടായി ഒന്നും ആയിരിക്കത്തില്ല. അതൊന്നും മനസ്സിലാക്കുക. ആ സമയത്ത് അയ്യോ ഇതല്ലല്ലോ ഞാൻ ആ സമയത്ത് കണ്ട ചേട്ടൻ, അല്ലെങ്കിൽ എന്റെ പെണ്ണ് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല. പ്രേമിക്കുമ്പോഴാണേലും ഡേറ്റിങ്ങിനാണേലും യഥാർത്ഥ സ്വഭാവം എന്താണോ അതൊന്ന് കാണിക്കുക. അതാണ് ചെയ്യേണ്ടത്. വെറുതെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഓരോന്ന് കാണിച്ച് കൂട്ടരുത്. കാരണം ജീവിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഭർത്താവായിട്ടോ വരാൻ പോകുന്ന വ്യക്തി തന്നെയാണ്. ഫ്യൂച്ചറില് ഇതല്ല ഞാൻ സ്നേഹിച്ച വ്യക്തി എന്ന് മനസ്സിലാകുമ്പം ഒബ്വിയസ്ലി അതൊരു പ്രശ്നമാവും, വഴക്കാവും, അത് ഡിവോഴ്സിലോട്ട് പോവും. അതുകൊണ്ട് നിങ്ങൾ എന്താണോ ആ രീതിയിൽ കാണിച്ച് മുന്നോട്ട് പോവുക. വെറുതെ അഭിനയിക്കരുത്. അഭിനയിച്ചിട്ട് പെൺപിള്ളേരുടെ ആണേലും ചെറുക്കന്മാരുടെ ആണേലും ലൈഫ് കൊണ്ടുപോയി തൊലയ്ക്കരുത്. ഡിവോഴ്സ് എന്ന് പറയുന്നതും ആത്മഹത്യ എന്ന് പറയുന്നതും വലിയ എളുപ്പമുള്ള കാര്യമാണെന്ന് വിചാരിക്കരുത്. രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിവോഴ്സ് എന്ന് പറയുന്നത് അവള് ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ അവൻ ഡിവോഴ്സ് ചെയ്ത് പോയി, അവളുടെ കയ്യിലിരിപ്പ് അല്ലെങ്കിൽ അവന്റെ കയ്യിലിരിപ്പ്, പരസ്പരം നാട്ടുകാരെ കുറ്റം പറയുന്ന ഒന്നെങ്കിൽ പെണ്ണിനെ ആയിരിക്കും അല്ലെങ്കിൽ ചെറുക്കനെ ആയിരിക്കും. ഈ ചെറുക്കനും പെണ്ണും തന്നെ ഡിവോഴ്സ് കഴിയുമ്പോൾ പരസ്പരം ചളി വാരി എറിയുകയും ചെയ്യും. അത് വേറെ കാര്യം. അതുകൊണ്ട് പറഞ്ഞില്ലേ, നിങ്ങൾ എന്താണോ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണോ അത് നിങ്ങൾ ഈ പ്രണയിക്കുന്ന സമയത്താണെങ്കിലും ഈ അറേഞ്ച് മാരേജിന്റെ സമയത്ത് ഒരു 6 മാസം സമയം കൊടുക്കുമല്ലോ, ആ സമയത്താണേലും കാണിക്കുക. ഇതാണ് ഞാൻ, ഇതാണ് എന്റെ യഥാർത്ഥ ക്യാരക്ടർ എന്ന് കാണിക്കുക. അഭിനയിക്കരുത് പ്ലീസ്. ജീവിതം തൊലഞ്ഞു പോകുന്ന നിങ്ങളുടെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് പറയുന്നതാണ്. കാരണം പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും എന്റെ കുടുംബത്തിൽ ഉള്ള ആൾക്കാർ പോലും പറയുന്ന കേട്ടിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങള് പ്രണയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 6 മാസത്തെ ആ ഒരു ഗ്യാപ്പില് ഞാൻ കണ്ട വ്യക്തിയെ അല്ല ആഫ്റ്റർ മാരേജ് ഞാൻ കാണുന്നത്. അവരെന്നെ കാണിച്ചത് പോലെയോ അല്ലെങ്കിൽ ആ സമയത്ത് എന്നോട് പെരുമാറിയത് പോലെയോ അല്ല എനിക്കിപ്പോ പെരുമാറുന്നത്. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഡിവോഴ്സ് വേണം. തീർന്നു. നിങ്ങൾ ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മാത്രമല്ല വീട്ടുകാരുടെ മനസ്സമാധാനം കൂടെ പോയി കിട്ടും, പ്രത്യേകിച്ച് അമ്മമാരുടെ. അതുകൊണ്ട് പറയുന്നതാണ്, ദയവ് ചെയ്ത് ആക്ട് ചെയ്യരുത്. നിങ്ങൾ എന്താണോ, നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ കാണിക്കുക, അങ്ങനെ ജീവിക്കുക. അത് മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എത്ര കാലം ഒരാൾ അഡ്ജസ്റ്റ് ചെയ്തു പോകും? ഒരു സമയം കഴിയുമ്പോൾ അവർക്കും മടുക്കടേ. ശരി എന്നാ.